ഹലോ ഫ്രണ്ട്സ്, ഒരു വെറൈറ്റി ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ 1.5 കിലോ ചിക്കൻ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തു. പിന്നെ ഇഞ്ചി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് ചേർക്കണം. ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്തു. വെളുത്തുള്ളി പേസ്റ്റായിട്ട് അരച്ച് 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ, രണ്ടും നന്നായിട്ട് അരച്ച് അതും കൂടി ചേർക്കുക. പിന്നെ നാരങ്ങ നീര് ചെറിയ ടീസ്പൂൺ 1 ടീസ്പൂൺ ചേർക്കുക. ലാസ്റ്റ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഇപ്പോൾ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറൊക്കെ വെക്കണം നല്ലതാണ്. സമയമില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്ത് നമ്മൾ 1 മണിക്കൂർ വെച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു ബൗൾ തേങ്ങ ചിരകിയതും 4 കശുവണ്ടി പരിപ്പ് മുഴുവനോടെയുള്ളത് അതും കൂടി ചേർത്ത് മിക്സി ജാറിൽ നന്നായിട്ട് അരച്ച് വെച്ചു. ഇപ്പോൾ പേസ്റ്റായിട്ട് തന്നെ അരയ്ക്കണം. കാഷ്യൂനട്ടും തേങ്ങ ചിരകിയതും കൂടി ചെറിയ ജാറിലാക്കി ഞാൻ നന്നായിട്ട് അരച്ച് എടുത്ത് മാറ്റി വെച്ചു. ഇപ്പോൾ 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. ചിക്കൻ ഞാൻ ചീനച്ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിൽ ആദ്യമേ നമ്മൾ ചിക്കൻ വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഫ്രൈ ചെയ്യണില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഞാൻ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വയ്ക്കണത്. അപ്പം ഇങ്ങനെ 1.5 കിലോ ചിക്കനും ഇതുപോലെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണില്ല, ചെറുതായിട്ട് ഒന്ന് വഴറ്റുക മാത്രം ചെയ്താൽ മതി. ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം തിരിച്ച് മറിച്ചിട്ട് വഴറ്റി കോരിയെടുത്തു. അപ്പോൾ ഈ എണ്ണ നമ്മൾ വേസ്റ്റാക്കി കളയണില്ല. ഈ ബാക്കി ആവണ എണ്ണ നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കണം. അപ്പോൾ ആദ്യമേ ചെറിയ ഉള്ളി ഒരു 20 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർക്കുക. പിന്നെ 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർക്കണം. അപ്പം ഇത് ചിക്കൻ വഴറ്റിയ എണ്ണ ആദ്യം ഒഴിച്ച് അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തു. അപ്പോൾ ആദ്യമേ ചെറിയ ഉള്ളി 20 കട്ട് ചെയ്ത് അത് ചേർക്കുക. അത് ചേർത്ത് അതിൻ്റെ കൂടെ 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഇതെല്ലാം ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. സവാള ഉള്ളി ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ഈ വഴറ്റി പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പ്, 2 പട്ട കഷ്ണങ്ങളും അതും കൂടി ചേർത്തു. 2 ബേ ലീഫ് 2 ചെറുത് അതും 2ആയിട്ട് മുറിച്ച് അതും ചേർത്തു. അതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യമുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ചേർത്ത് ഓരോന്നും ചേർക്കുമ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ ഉള്ളിയുടെയും സവാളയുടെയും കളർ മാറുന്ന വരെ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ കറിവേപ്പിലയും കൂടി കുറച്ച് ചേർത്ത് ഞാൻ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു വഴറ്റി കൊടുത്തു. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമുള്ള പൊടികളും ചേർക്കണം. ഇതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, പച്ചമുളക് ഒരു 5 പച്ചമുളക് ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വഴറ്റി. ഈ പൊടികൾ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മസാലയുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മസാലപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത്രയും പൊടികൾ ഒരുമിച്ച് ചേർത്ത് നമ്മൾ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയാൽ മതിയാവും.
പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. 2 തക്കാളി നന്നായിട്ട് മിക്സി ജാറിൽ ഞാൻ അരച്ചെടുത്ത് പേസ്റ്റാക്കിയതാണ്. അപ്പോൾ തക്കാളി പേസ്റ്റാക്കിയതും കൂടി നന്നായിട്ട് ചേർത്തു. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറണ വരെ വഴറ്റിയാൽ മതിയാവും. അപ്പം ഇതെല്ലാം വഴണ്ട് മസാല റെഡിയായാലും അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ അത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ആ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കാഷ്യൂനട്ടും കുറച്ച് തേങ്ങ കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കുക. ഈ ചിക്കൻ്റെ കൂടെ അരച്ച തേങ്ങ മിശ്രിതം ചേർത്തു. പിന്നെ മിക്സി ജാർ കഴുകിയ വെള്ളം അതും കൂടി ചേർക്കണം. ഇപ്പം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം മാത്രമേ വരുള്ളൂ. നമ്മൾ നേരത്തെ വഴറ്റിയത് കൊണ്ട് അധികം വെള്ളം വരില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അരച്ച തേങ്ങയും കാഷ്യൂനട്ടും കൂടി അരച്ചത് ചേർത്ത് മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ചേർക്കണം. പിന്നെ തക്കാളി പേസ്റ്റായിട്ട് ഞാൻ വേറൊരു മിക്സി ജാറിൽ അരച്ചു. അപ്പോൾ ആ മിക്സി ജാറിൽ വെള്ളം ഒഴിച്ച് അത് കഴുകിയ വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളത് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തക്കാളി അരച്ചെടുത്ത് കഴിഞ്ഞ് മിക്സി ജാറിൽ ഉണ്ടായിരുന്ന വെള്ളം ചേർത്ത് നമ്മൾ ഒരു മസാലയും ഒന്നും വേസ്റ്റായിട്ട് കളയാൻ പാടില്ല. എല്ലാം കഴുകി ആ വെള്ളമൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്. വെള്ളമൊക്കെ ചേർത്ത് പാകമായി. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് ചിക്കൻ വേവാൻ വെക്കണം. നമ്മൾ ചെറുതായിട്ട് ചിക്കൻ വഴറ്റി എടുത്തിട്ടേ ഉള്ളൂ, വെന്തിട്ടില്ല. അപ്പോൾ കുറച്ച് വേവ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫയറിൽ വെക്കണം. ചെറുതായിട്ട് തിളയ്ക്കാൻ വെക്കണം. ചെറുതായിട്ട് നമ്മൾ കുറച്ചധികം നേരം തന്നെ ഈ ചെറു തീയിൽ വെച്ച് തിളപ്പിച്ച് ആ ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ച് ചെറു തീയിൽ നന്നായിട്ട് ഇങ്ങനെ ഏറ്റവും സിമ്മിലാക്കി വെക്കാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. ഞാൻ ഏറ്റവും സിമ്മിലാക്കി വെച്ച് ചെറുതായിട്ട് തിളയ്ക്കാൻ വെച്ച് കുറച്ചധികം നേരം ചെറുതായിട്ട് തിളച്ച് അതിൽ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നല്ല വെന്ത് സോഫ്റ്റാവും. ഇങ്ങനെ ചെറുതീയിൽ വെച്ച് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് അടച്ച് വെക്കുക. മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പാം. ഞാൻ ചിക്കൻ കറി മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇടിയപ്പം കൂടെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ സീസൺ 1 പാർട്ട് 4 ടിഫിൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ മറ്റേ ഇടിയപ്പമായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. നൂലപ്പം എന്ന് പറയാം, ഇടിയപ്പം എന്ന് പറയാം. അപ്പോൾ ഇടിയപ്പത്തിന് കൂട്ടി കഴിക്കാനായിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത്. ഞങ്ങൾ രാവിലെ ഇടിയപ്പത്തിന് മാത്രമല്ല ഇത് ലഞ്ചിനും കൂടി ചേർത്താണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ചോറിനും ലഞ്ചിനും ചേർത്ത് കഴിക്കാവുന്ന ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായി 2 ഗ്ലാസ് ഇടിയപ്പ പൊടി എടുത്തു. അപ്പോൾ ഇവിടെ 4 കിലോ പച്ചരി 2 കിലോ പുഴുക്കലരി ചേർത്ത് കഴുകി ഞാൻ മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്ത് വെച്ച പൊടിയാണ്. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇപ്പോൾ 2 ഗ്ലാസ് പൊടിയെടുത്ത് അതിനാവശ്യമുള്ള ഉപ്പ് പൊടി ഞാൻ ചേർത്തു. ആ പൊടിയിൽ തന്നെ ചേർക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കണം. ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും വെളിച്ചെണ്ണയും പൊടികളുടെ എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് തന്നെ തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം തിളപ്പിക്കണം. നമ്മൾ ഇതിന് ആവശ്യമുള്ള കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ച് അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഞാൻ ആ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് ഈ പൊടി കുഴച്ചെടുക്കും. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലാവണ വരെ നമ്മൾ കുറച്ചായിട്ട് ഈ വെള്ളം വെട്ടി തിളച്ച് കഴിഞ്ഞ് ഈ പരുവത്തിൽ തിളയ്ക്കണം. അപ്പോൾ ആ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ തവി കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുക.
അപ്പോൾ കൈ കൊണ്ട് തൊടേണ്ട ഒരാവശ്യമില്ല. ഞാൻ മരത്തിൻ്റെ തവി കൊണ്ട് തന്നെ ഈ വെള്ളം ഒഴിച്ച് ഇളക്കി അത് ലാസ്റ്റ് വരെ അതുപോലെ തന്നെ പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കാം. അപ്പം നല്ല സോഫ്റ്റായ രീതിയിലാണ് ഇടിയപ്പം മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടിയപ്പം പിഴിയണ അച്ചിൽ ഞാൻ ഇത് ഇടിയപ്പം മാവ് കുഴച്ചത് ചേർത്തു. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഞാൻ തുണി വിരിച്ചിട്ട് അതിലാണ് പിഴിഞ്ഞെടുത്ത് ആവിയിൽ വെച്ച് വേവിച്ചു. അപ്പോൾ 2 തട്ടിലും കൂടി ഞാൻ പിഴിഞ്ഞ് അതിൽ വേവിച്ചെടുത്തു. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമായിരുന്നു. ഒട്ടിപ്പിടിക്കേണ്ട കുഴച്ച മാവ് കയ്യിൽ പോലും ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ ഈ പരുവത്തിൽ വേണം നമ്മൾ ഇടിയപ്പം മാവ് കുഴച്ചെടുക്കാൻ. പശ ഒട്ടും ഇല്ലാത്ത മാവാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം പാകത്തിന്, തിളച്ച വെള്ളമാണെങ്കിലും പാകത്തിന് ചേർത്ത് കുഴച്ചെടുക്കാം. ഒട്ടും ടൈറ്റ് ഇല്ലാതെ നമ്മൾ ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാവുന്ന രീതി മാവാണ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂലപ്പം നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് ആവിയിൽ വെച്ച് വേവിച്ച നൂലപ്പം റെഡിയായി. ഇപ്പം ചിലർ ഇടിയപ്പം എന്ന് പറയും, ചില സ്ഥലത്ത് നൂലപ്പം എന്ന് പറയും. ഞങ്ങൾ ഇടിയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇടിയപ്പത്തിന് ഇതിന് മുന്നേ ഞാൻ കാണിച്ച ചിക്കൻ കറി കൂട്ടി കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് പറയും, നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ഈ ചിക്കൻ കറി ഈ രീതിയിൽ ഈ മെത്തേഡിൽ ഒരു തവണ ഉണ്ടാക്കി ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിച്ചു നോക്കും. ഇടിയപ്പത്തിന് മാത്രമല്ല, വെള്ളയപ്പത്തിനും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഈ ചിക്കൻ കറി കൂട്ടി കഴിക്കാം. ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ സീസൺ 1 പാർട്ട് 4 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണിത്. ഇപ്പോൾ ഇടിയപ്പം ചിക്കൻ കറിയും. ഇപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടം കമൻസിലിടണേ. ചിലർ മുട്ടക്കറി കൂട്ടി കഴിക്കും. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മുട്ടക്കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരും കൂടി കമൻസ് ഇടണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓക്കെ.